വാർത്തയിലേക്ക് പോകാം. E20 പെട്രോളിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പാർലമെന്റ് മാർച്ചിനൊരുങ്ങി വിവിധ ഗതാഗത അസോസിയേഷനുകൾ. അടുത്ത മാസം 4-നാണ് ദില്ലി ടാക്സി ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ മാർച്ച് പ്രഖ്യാപിച്ചത്. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, കളി കാര്യമാവുകയാണ്. നേരത്തെ E20 ജനതാ പാർട്ടിയുടെ കാര്യത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ഓൺലൈനിൽ വരുന്നു, ഓഫ്ലൈനിലും കാര്യങ്ങൾ അതിവേഗമാണല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ വലിയ പ്രതിഷേധം ഇനി വീണ്ടും ദില്ലി കാണാൻ പോവുകയാണോ? അരുൺ, തീർച്ചയായും E20 പെട്രോളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രത്യക്ഷ പ്രതിഷേധങ്ങളിൽ കൂടി ആളുകൾ കടക്കാൻ പോകുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ദില്ലിയിലെ ടാക്സി ടൂറിസ്റ്റ് ആൻഡ് അസോസിയേഷനുകളൊക്കെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. വരുന്ന മാസം 4-ാം തീയതി ജന്തർ മന്ദിറിൽ നിന്ന് പാർലമെന്റ് മാർച്ച് ഇവർ നിശ്ചയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ E20 പെട്രോളിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് ഈ പറഞ്ഞ ഗതാഗത അസോസിയേഷനുകളുടെ തീരുമാനം. അതോടൊപ്പം തന്നെ നേരത്തെ E20 ജനതാ പാർട്ടി എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിലും വലിയ തരത്തിൽ ശ്രദ്ധ ലഭിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിന് ഇപ്പോൾ ഏറെക്കുറെ 5 ലക്ഷത്തിനടുത്തേക്ക് ഫോളോവേഴ്സിന്റെ എണ്ണം എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തരത്തിൽ പ്രചരണം E20ക്കെതിരെ നടക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഒപ്പം ശനിയാഴ്ച അരവിന്ദ് കെജ്രിവാളും ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വരും ദിവസങ്ങളിൽ E20 പെട്രോളുമായി ബന്ധപ്പെട്ട വിഷയം കൂടുതൽ ചർച്ചയിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പാർലമെന്റിൽ ഈ പറഞ്ഞതുപോലത്തെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രതിപക്ഷം ഏറ്റെടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് E20 പെട്രോളിന്റേതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ അയോധ്യ അടക്കമുള്ള വിഷയങ്ങൾ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുകയും ചെയ്യും. E20 കൂടി പ്രതിപക്ഷം ഏറ്റെടുക്കുന്നതോടെ ഇപ്പോഴുള്ള ഈ പറഞ്ഞ ഗതാഗത അസോസിയേഷനുകളുടെ പ്രതിഷേധം, ഒപ്പം E20 ജനതാ പാർട്ടിയുടെ സമൂഹ മാധ്യമത്തിലെ കൂട്ടായ്മകൾ, അതോടൊപ്പം തന്നെ പ്രത്യക്ഷ സമരങ്ങളൊക്കെ ആകുമ്പോൾ കേന്ദ്ര സർക്കാർ കൂടുതൽ പ്രതിരോധത്തിൽ ആകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോയതോടെ വലിയ തരത്തിൽ കേന്ദ്ര സർക്കാരിന് പിന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ജനഹിതം, പ്രത്യേകിച്ച് ജനങ്ങളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ട് മന്ത്രിയെ രാജിവെപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായി. എന്താണെങ്കിലും ഈ പറഞ്ഞ E20യുടെ കാര്യത്തിലും അത്തരത്തിൽ വലിയൊരു മൂവ്മെന്റ് ഉണ്ടാവുകയാണ്, വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ സർക്കാരിന് വീണ്ടും പുനർചിന്തനം നടത്തുന്ന സാഹചര്യമൊക്കെ വരും. എന്താണെങ്കിലും നിതിൻ ഗഡ്കരിയുടെ രാജിയടക്കം ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമ കൂട്ടായ്മകളും ഒപ്പം മറ്റ് പ്രതിപക്ഷ കക്ഷികളൊക്കെ രംഗത്തേക്ക് വരാൻ പോകുന്നത്. ആ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ദില്ലിയിൽ ഒരുപക്ഷെ വ്യാപകമായി വലിയ തരത്തിൽ വലിയ സമ്മേളനവും വലിയ ജാഥയും വലിയ സമ്മർദ്ദമൊക്കെ മാറാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അരുൺ, ഓക്കെ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ്. ഇപ്പോൾ CJP അങ്ങോട്ട് അവസാനിച്ചതേ ഉള്ളൂ, അപ്പോഴേക്ക് EJP വരാൻ പോകുന്നു. അടുത്ത മാസം 4-ാം തീയതി ദില്ലി ടാക്സി ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദില്ലി നഗരം അങ്ങനെ പ്രക്ഷോഭങ്ങളുടെ വേലിയേറ്റത്തിലേക്ക് കടക്കുകയാണോ എന്നുള്ളതാണ്.